പടം തുടങ്ങുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ മരിച്ചു കിടക്കുകയാണ്. ഇത് അന്വേഷിക്കാൻ വരുന്ന മോഹൻലാലിൻ്റെ പോലീസ് ക്യാരക്ടർ. മലയാളത്തിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട 3 ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ്. ഒന്നാമത്തേത് 1986 പി പത്മരാജന്റെ ഡയറക്ഷനിൽ മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിച്ച കരിയിലക്കാറ്റ് പോലെ. മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, ജലജ, കാർത്തിക, അങ്ങനെ കുറേ അടിപൊളി ആക്ടേഴ്സ് ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ആ സമയത്ത് ഇറങ്ങിയത്. അതിപ്പോൾ കാണുമ്പോൾ അത്രയും എൻഗേജിങ് ആണ്. പടത്തിൽ ഒരു മിനിറ്റ് പോലും ലാഗോ അങ്ങനെ ഒരു സംഭവമില്ല. പടം തുടങ്ങുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ മരിച്ചു കിടക്കുകയാണ്. ഇത് അന്വേഷിക്കാൻ വരുന്ന മോഹൻലാലിൻ്റെ പോലീസ് ക്യാരക്ടർ. അടിപൊളി സ്ക്രീൻ പ്ലേ, അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പെർഫോമൻസസ് ഒക്കെ ഉള്ള പടമാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. ഫുൾ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തേത് 1990 KG ജോർജ് ഡയറക്റ്റ് ചെയ്ത ഈ കണ്ണികൂടി. സായികുമാർ, രാജൻ പി ദേവ്, ജഗദീഷ്, ജലജ, അങ്ങനെ കുറേ നല്ല ആക്ടേഴ്സ് ഉണ്ട്. ഇതെന്തായാലും കണ്ടു നോക്കുക. ഭയങ്കര എൻഗേജിങ് ആയിട്ടൊരു പടമാണ്. ഫുൾ മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. മൂന്നാമത്തേത് 1990 മോഹൻ ഡയറക്റ്റ് ചെയ്ത മുഖം. മോഹൻലാൽ, നാസർ, രഞ്ജിനി, സുകുമാരനൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഒരു സീരിയൽ കില്ലറിനെ അന്വേഷിക്കുന്നതാണ് ഈ പടത്തിൻ്റെ പ്ലോട്ട്. ഇതും ഭയങ്കര അടിപൊളി പടമാണ്. അത്ര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. രഞ്ജിനിയുടെ ക്യാരക്ടർ, അതേപോലെ തന്നെ നാസറിൻ്റെ ക്യാരക്ടർ അത്ര അടിപൊളിയാണ്. ഈ 3 പടങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾ ഈ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.